പറയേ കറണ്ട് പോയിട്ടുണ്ട്. മേക്കപ്പ് ഇടാൻ വേണ്ടി പോവാണ്. ഇപ്പം ടൈം ഒരു 4 മണി ആയിട്ടുണ്ട്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നേരത്തെ തന്നെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഋത്തികേൻ്റെ ഹെയർ സെറ്റ് ചെയ്യാണ്. എൻ്റെ ഹെയർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ലെൻസാണ് വെച്ചത്. ലെൻസ് ഇതുവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കണ്ണിന്ന് വെള്ളമൊക്കെ വന്ന് ഋത്തികൊക്കെ വലിയ സീനിലായിരുന്നു. ഈ സൈഡിലോട്ട് കറിയല്ലേ ഓക്കെ. ഈ സൈഡിലോട്ട് തന്നെ നോക്കിക്കോട്ടോ. മേലോട്ട് നല്ല നോക്കെ, മേലെ താഴോട്ടൊക്കെ, താഴോട്ട് ഓക്കെ. മേലോട്ടൊക്കെ ഓക്കെ. ഓൾറെഡി ഒരു ബ്രൗണാ. ചെറിയ വേരിയേഷൻ ഉണ്ട്. രണ്ടാളെ കളറും തമ്മിൽ. അവള് കണ്ണിന് മാച്ചായിട്ട് എടുത്തിട്ടുള്ളത്. ഈ സൈഡിലോട്ടൊക്കെ അങ്ങനെ ലെൻസൊക്കെ വെച്ച് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആക്കിയിട്ട് അങ്ങനത്തെ കേൾസ് മുടി കെട്ടാൻ പോകും. അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്ന ഒരു പേജിൻ്റെ പേരാണ് മേക്കപ്പ് ബൈ റിംഷ എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ ഞങ്ങളെ ഡ്രസ്സ് അത് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്ത് തന്നത് ആമീസ് ഡിസൈനർ ബുട്ടീക്കാണ്. സോ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഈ ഡ്രസ്സും പിന്നെ ഈ മേക്കപ്പും ഒക്കെ കൂടി വന്നപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാസ്റ്റ് ലുക്ക് കണ്ടപ്പം എല്ലാവരും ഇഷ്ടമായി എന്ന് പറഞ്ഞു. സോ കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടി. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തൊക്കെ പറയാനുണ്ടോ അച്ഛാ? സന്തോഷമുള്ള ദിവസമാണ്. ജീവിതത്തിൽ നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്.
ഗൈസ് ഫൈനലി ഞങ്ങൾ എൻഗേജ്മെൻ്റ് ആണെന്ന് കുറച്ച് ടൈം കൂടി ഏട്ടന്മാരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ റെഡിയായി എന്ന് സെറ്റാണ്. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ കുറേ പേരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കുറേ പേരോടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുമില്ല. ഇങ്ങനെയായിരുന്നു സ്റ്റേജും ഡെക്കോറൊക്കെ. പിന്നെ കുറേ വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോസൊക്കെ എടുത്തത് തന്നെ പൂജയും പിന്നെ ഏട്ടനൊക്കെ എടുത്ത വീഡിയോസാണ് ഞങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ ആ ടെൻഷനിൽ ഞങ്ങൾക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അതൊക്കെ മറന്നുപോയി ഗൈസ്. ഫസ്റ്റൊക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ, പിന്നെ മറന്നുപോയി. പിന്നെ സത്യം പറഞ്ഞ ഗൈസ് ഞങ്ങളെ എൻഗേജ്മെൻ്റ് ആണ്, ബട്ട് പുറത്ത് സെറ്റ് ചെയ്തതും ഫുഡും ഡെക്കോറും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മര്യാദയ്ക്ക് കാണുന്നത്. കാരണം ആ ടൈമിന് നല്ല റഷായിരുന്നു, 2 ഫാമിലി വന്നുകൊണ്ട് തന്നെ ഫുൾ ആൾക്കാരായിരുന്നു. സോ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഞങ്ങൾ ഓരോന്ന് കാണുന്നത്. പിന്നെ അത് ഞങ്ങളെ ഫ്രണ്ട് നേഹയാണ്. അവൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവളോട് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ പറ്റി. പക്ഷേ അവൾ നേരത്തെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് വേറെ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് വേഗം പോയി. പിന്നെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരൊന്നും കണ്ടിട്ട് പോലില്ലേ. ഞങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ വന്നതിലൊക്കെ സന്തോഷം. പക്ഷേ കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല തിരക്കിൽ. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് പോയത്. എന്തെങ്കിലും പറയേ, എന്തെങ്കിലും രണ്ടാളും അങ്ങോട്ട് പറയാം ഏട്ടനോട്. എങ്ങനെയുണ്ട് ഇവർ രണ്ടാളും കാണാൻ? എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ കൈ ചേട്ടന്മാർ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കൂളായിട്ടാണ് നിന്നത്. പക്ഷേ അവർ വരാനായി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു രണ്ടോക്കും. പിന്നെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാലാണ് ഞങ്ങൾ നോക്കിയായത്. ഫസ്റ്റ് വന്നത് ഋത്തികാൻ്റെ ഫാമിലിയാണ്. സ്നേഹലേട്ടനും സ്നേഹലേട്ടൻ്റെ ഫാമിലിയാണിത്. പിന്നെ ഗൈസ് സെക്കൻഡ് എൻ്റെ ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഗൈസ് ഏട്ടനും ഏച്ചിയും എൻ്റെ ഫാമിലി. അങ്ങനെ 2 ഏട്ടന്മാരും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ അമ്മയും വലിയച്ഛനും വെളുക്കൊക്കെ കത്തിക്കുകയാണ്. ഇപ്പം ഇവിടെ ജാതകം കൂട്ടിക്കെട്ടുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഫസ്റ്റ് ഋത്തികേണ്ടതായിരുന്നു, ഇപ്പം ഇൻ്റെതാണ്. 2 ഫാമിലിൻ്റെയും 2 പേരുടെയും ജാതകമൊക്കെ കൂട്ടിക്കെട്ടി. Good morning to all of you. A warm and heartful welcome to you. Today is a beautiful and memorable occasion of 2 hearts and 2 families come together in love and happiness. So, Ritika Rishikine പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല. യൂട്യൂബ് സ്റ്റാർസ് ആണ്. യൂട്യൂബിൽ 1.5 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഋതിക ഋഷിക കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, ഡാൻസേഴ്സ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്കൊരു ഇൻട്രോ കൊടുക്കാം. സോ ഈ സൈഡിൽ ഒത്തിരി ഗ്യാപ്പ് കൊടുക്കൂ അവർക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫ്രം 2 souls to 1 beautiful story, let's welcome our beautiful Ritika and most handsome Snehal onto the stage. Give them a big round of applause. എല്ലാവരും കൈയടിക്കൂ. ഫസ്റ്റ് ഋത്തികാൻ്റെ എൻട്രിയാണ്, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ എൻട്രി. ആക്ച്വലി ഇത് ചെയ്യാൻ കാരണം 1 മിനിറ്റിന് മൂത്തതാണ് ഋത്തിക. അതുകൊണ്ടാണ് ഫസ്റ്റ് അവളെ എല്ലാ കാര്യം ഫസ്റ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല ഗൈസ്. Let me invite
our lovely pair, Anak and Rishika, onto the stage. Give them a big round of applause. എല്ലാവരും ഒരു കൈയടി കൊടുക്കൂ. അങ്ങനെ രണ്ടുപേരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തത് റിംഗ് എക്സ്ചേഞ്ച് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സ്റ്റേജിലേക്ക് വരാനുള്ള സ്പേസ് പോലും ഇല്ലായിരുന്നു, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അടുത്ത റിംഗ് എക്സ്ചേഞ്ച് ആണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ റിങ് ഞങ്ങളെ ഏട്ടൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ റിങ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്പെഷ്യലാണ്. For many miles, I need to find love from a woman that could love me. കുട്ടി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടേട്ടന്മാരോട് പറയാണ്ട് ഞങ്ങളൊരു ഡാൻസ് കളിച്ച് ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ടുണ്ട് എന്ന് അവരുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. Thank you.
പക്ഷേ ഗൈസ് ഈ ഡാൻസിൻ്റെ വീഡിയോ ഞങ്ങൾ വിചാരിച്ച പോലെ ആരും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച ഏട്ടന്മാരൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഫസ്റ്റ് ഋത്തിക ഏട്ടനും കേക്ക് കട്ട് ചെയ്തു, പിന്നെ ഞാനും ഏട്ടനും കേക്ക് കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫാമിലി ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടനും അച്ഛനും പാട്ടൊക്കെ പാടി, എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പിന്നെ ഫുൾ അടിപൊളിയായിരുന്നു ഗൈസ്. എൻഗേജ്മെൻറ്റ് വരെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ എൻഗേജ്മെൻറ്റ് അടുത്തതായിട്ട് അനകിന്റെ അമ്മയുടെ ഒരു ഡാൻസ് ആണ്. Let me invite അനകിന്റെ അമ്മേനെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അനകിന്റെ അമ്മ മാത്രമല്ല സ്നേഹലിന്റെ അമ്മേനെയും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കൊക്കരക്കോ ഏറിയ കൊക്കരക്കോ ഇരുന്നേനുടല മിനിമല്ലേ കൊക്കരക്കോ മറക്കും വെള്ളാട് കാപ്പട്ട് മറക്കും നെഞ്ചോട് കുരുതി ചിരിക്കും കണ്ണോട് തൊട്ടുമറിഞ്ഞി കുരിക്കും. വളകിലിക്കുന്ന കുഞ്ഞോളെ ചിരി പൊഴിക്കുന്ന മുത്തോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പിന്നാരെ താൻ ചിരിക്കണ നേരത്ത് അടുത്തു വന്നവളാരാണ്. വളകിലിക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പിന്നാരെ താൻ ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്. അവനൊരിക്കൽ തന്നെ കാര്യമെന്താണ്. വെയിലേരം മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മൈനക്കം വിളി വന്ന് ഇളമാരി പട്ടു മെയ്യടി തൊട്ടു തൊട്ട് പാറടി മുട്ടു പൂവടി തൊട്ടു തേനടി ഇളകിളി തളിരിളകിളി താമര കിളിയോ ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തിട്ടതോ ഉടല കിളിയോ വാതിലെന്തിന് ചാരിയിട്ടത് തകതോ താമരയുടെ ചോളും ഒരു പെണ്ണിനെ കണ്ട് തകതോ മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മൈനക്കം വിഴുവന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് പഴകിലക്കിണോളെ ചിരി പൊഴിക്കണം വഴിയരികിൽ പറഞ്ഞോളൂ, എന്താണ് ഋതിക ഋഷികനെ കുറിച്ചുള്ള? കണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്, ലൈഫ് ചില്ലായിട്ടുണ്ടോ, കണ്ടൊക്കെ പറ്റിയ ആൾക്കാരെ കിട്ടിയത്. ഹലോ 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 ഡിലേ ഒന്നുണ്ടോ? ഹലോ 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 എന്താ പരിപാടി? ഫോട്ടോഷൂട്ട് ഞങ്ങളിതാ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഷൂട്ടിന് പോവാണ്. ഓക്കെ, മുന്നിലിരിക്കണ ആള്
ഫൈനലി സക്സസ്ഫുൾ. എൻഗേജ്ഡ്. ആരാ പറക്കണേ? സുന്ദരി. എടുത്തരൂ സാർ, എടുത്തരൂ. ആ കൈ പിടിക്കില്ല, ആ കൈ പിടിച്ച് നിങ്ങളെ ഫേസ് ഹൈഡ് ആവും. ബ്രോന്റെ മറ്റേ കൈ പിടി, നിന്റെ മറ്റേ കൈ പിടി. ആ അങ്ങനെ പറയാട്ടോ. നല്ല ചിരിച്ചിട്ടൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്തോ. റെഡി 1 2 3 ഗോ. ചെയ്ത് 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 ചിരിക്കടാ. അവന്റെ ഫേസിലേക്ക് റെഡി റെഡി. അവിടെ നിന്ന് എവിടെ ഒറ്റയോടെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. റംബുട്ടാനൊക്കെ വീഡിയോ എടുക്കണേ. ക്ലോസ് ആയി. അപ്പം എന്താ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ടിക്കറ്റിനെ വിളിച്ചിട്ട് വന്നെടുക്കണ്ട, എല്ലാവരും ചെയ്യണം. ഏട്ടൻ വരുമ്പോഴത്തേന് പിന്നെ പുറത്ത് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അവളാണ് പെട്ടെന്ന് ഇറങ്ങി വരിക, ചാടി ചെയ്യും. വീട് ഏകദേശം ഉറങ്ങിയ പോലെ തന്നെ വെച്ച് രണ്ടാളും പോയാൽ കരയില്ലേ? അങ്ങനെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ എന്താ പരിപാടി അൺബോക്സിങ്, കൊറേ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ ഞങ്ങളൊന്ന് നോക്കി അൺബോക്സ് ചെയ്യാനൊക്കെ പോവാണ്. സോ എന്തൊക്കെയാ കിട്ടിയെന്നൊക്കെ കാണിച്ചു തരാം അല്ലേ. ഇത് സ്നേഹലേട്ട കൊടുത്ത ബൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആണെന്നില്ല എന്തൊക്കെയാന്ന് കാണാൻ വേണ്ടി. നോക്കാം. ഐഫോൺ ഫസ്റ്റ് തന്നെ ഐഫോൺ. ഏതാണ് ഏത് ഐഫോണാണ് പറ? 17 Pro. ഓക്കെ, നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കണ്ടേ? നെക്സ്റ്റ് കൊറേ ചോക്ലേറ്റ്സ്, ഡ്രസ്, പെർഫ്യൂംസ് അങ്ങനെയൊക്കെ. പെർഫ്യൂംസ് കാണിച്ചോ? ആയ് നല്ലതോ. എന്റെ അടിച്ചോ. നല്ലതാണോ? നല്ലത് കുത്തുന്നേ ഇല്ലല്ലേ വീട്ടിയെ. എനിക്ക് മറക്കണ്ട. ഇത് അല്പം അടിപൊളി. പിന്നെ വീണ്ടും ഒരു പെർഫ്യൂം. അടിക്കി കിട്ടി. സെറ്റ്. ഇതാണ് കൈസ് അടിപൊളി. പക്ഷെ അതിന്റെ ബോട്ടിലാ രസം കാണാൻ. പിന്നെ എന്താണ്? ഓക്കെ, ഇത് മേക്കപ്പിന്റെ ബ്രഷുകൾ. നെക്സ്റ്റ് അതില് അൺബോക്സ് ചെയ്യാനൊന്നും ഇല്ല. അൺബോക്സ് ചെയ്യണ്ടേ? അതിൽ അൺബോക്സ് ചെയ്യില്ല. ഈ ബോക്സിൽ എന്തോ ഉണ്ട്. എന്താ ഫോൺ കേസ്. നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ക്ലൗഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്, ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെന്താ സൺസ്ക്രീൻ ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, നോക്കണോ? ഷവർ ജെൽ ഉണ്ട്, ഇതിലുണ്ട് റൂബീസ്. എല്ലാ പെർഫ്യൂമും കൂടെ പഠിച്ചിട്ട് ഒക്കെ സെറ്റാണ്. ഇത് മണത്തോ? അതെങ്ങനെ ഉണ്ട് മണം? ഷെയ്ഡ് ഏതാ? കുഴപ്പമില്ല, അറിയില്ല. ആ കുഴപ്പമില്ല, റെഡാ. വളരെ നല്ലൊരു ലിപ്സ്റ്റിക്. കേക്ക് കിട്ടിയ ചെയിൻ കാണിച്ചു.
ഇതാണ് ഗൈസ്, സിമ്പിളാണ്, നൈസാണ്, അടിപൊളിയാണ്. പിന്നെ റിങ് കാണിച്ചു കൊടുക്കുക. എൻഗേജ്മെന്റ് റിങ്, പിന്നെ ഒരു ബാംഗിളും. അത്ര എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഗൈസ് ഞങ്ങൾക്കും കിട്ടി ഐഫോൺ. എനിക്കൊക്കെ കിട്ടിക്കണ ഋത്തികാക്കും കിട്ടിക്കണ ഐഫോണ്. സോ ഐഫോൺ നമ്മൾ അൺബോക്സ് ചെയ്യും. അങ്ങനെ ഗൈസ് ഐഫോണൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഹാപ്പി അല്ലേ? പിന്നെ യെസ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ഋത്തികാൻ്റെ ഗിഫ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? അടിപൊളി. ഗൈസ് വിചാരിച്ചതിനെ കാട്ടും അടിപൊളിയായിരുന്നു വിചാരിക്കുന്നു അല്ലേ? ആണ്, നല്ല വൈബ് ഉണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്ത്. നമ്മളിത് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒക്കെ, പക്ഷെ പിന്നെ ഡാൻസ് ഒക്കെ തുടങ്ങിയപ്പോ നല്ല വൈബ് ഉണ്ടായി. ഇല്ല കേട്ടോ, ഞാൻ ഡാൻസ് കൊളാക്കിണ്ടേ. ഏട്ടന്മാരൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട്. എല്ലാരും എൻജോയ് ചെയ്തിട്ടാ കളിച്ചേ അന്ന് വിചാരിക്കുന്നു അല്ലേ? പിന്നെ രാവിലെ ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇപ്പോഴാണ് രണ്ടാളൊന്ന് ഓക്കെ ആയത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഞാൻ അടുത്തത് ഗൈസ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം. ഇപ്പം കണ്ടത് ഋത്തികാൻ്റെ ആണ്. സോ എനിക്ക് എന്തൊക്കെയാ കിട്ടിയെന്ന് കാണിച്ചു തരാം. ഇതിൽ ഏതാ ഏറ്റവും ഇഷ്ടമായത്? ഇതിലോ എല്ലാം ഇഷ്ടമായി, എല്ലാം അടിപൊളി. ഗൈസ് ഇതാണ് എനിക്ക് കിട്ടിയ നെക്ലേസ് ആൻഡ് വാച്ച് ഉണ്ട്. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ്. ഗൈസ് എനിക്ക് ഋത്തികൾക്കും സെയിം ഐഫോണാണ് കിട്ടിയത്. ഫോൺ കേസ് കാണിച്ചു തരാം. ഇതും ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചതാ. ഋഷിക്കാണ്. അടിപൊളി. നമുക്ക് എടുത്തോക്കാം. ഹലോ, കിട്ടിയോ? ഫോട്ടോ സർപ്രൈസ് ആക്കിയ ശ്രീകുട്ടി. അയ്യോ, വേറെ ഫോട്ടോ. അടിപൊളി. അത് ശരിക്കും ഞെട്ടി കേട്ടോ. ഇത് ഋത്തികാൻ്റെ ഗിഫ്റ്റ്. ഇനി ഗൈസ് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു ഗിഫ്റ്റും കൂടെ അൺബോക്സ് ചെയ്യാണ്ട്. അത് ഗിഫ്റ്റ് കിട്ടിയല്ലേ? യെസ്, അടുത്ത ഗിഫ്റ്റാണ്. എങ്ങനെ വിളിക്കും? സത്യമാണെന്ന് എനിക്കറിയാം. ഇതിന്റെ പേരൊക്കെ ഉണ്ട്. ഇതില് ബ്ലൂ ഏട്ടൻ്റെ ആണ്. ബോട്ടിൽ കാണാം.
ഓക്കെ കഥ കഴിഞ്ഞില്ലേ. പിന്നെ ഇതിലെന്തൊക്കെയോ ഹാമ്പർ, മേക്കപ്പ്, പിന്നെ പെർഫ്യൂംസ്, ചോക്ലേറ്റ്സ്, ഡ്രസ്സ്, പിന്നെ പിന്നെന്താ ചെരുപ്പ്, പിന്നെ ഓരോ സാധനങ്ങൾ. ഓക്കെ കഴിഞ്ഞു. അത് ചാർജിലിട്ടോ. അങ്ങനെ ഗൈസ് എൻ്റെ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇതൊക്കെയാണ് കിട്ടിയ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ. സോ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങളെ കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നാണ്. കുറച്ച് ദിവസമായിട്ട് അവർ ഞങ്ങളെ കൂടെ തന്നെയാണ്. ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചും കൂടെ നന്നാക്കി. ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലേനിയും 3 ദിവസം പിന്നെ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടേനി. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ തെറ്റിക്കൊക്കെ ചെയ്തു. അതുകൊണ്ട് അധികം കല്യാണത്തിന് തെറ്റിക്കില്ല. കല്യാണത്തിന് ഇതിലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. സോ അങ്ങനെ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളെ എൻഗേജ്മെന്റ് വീഡിയോ. ബൈ.